പുഴ പലപ്പോഴും പല രീതിയിലാണ്. ചിലപ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകും, ചിലപ്പോൾ തട്ടിയും മുട്ടിയും ഒഴുകും, ചിലപ്പോൾ ശാന്തമായി ഒഴുകും. ശാന്തമായി ഒഴുകുന്ന പ്രവാസ ജീവിതങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് മറുനാടും മലനാടും. എല്ലാവർക്കും സ്വാഗതം. ഹായ്, എൻ്റെ പേര് അനിൽ. ഞാൻ നാട്ടിലെ ചാലക്കുടിയിൽ നിന്നാണ്. ഇവിടെ സ്വന്തമായിട്ടിപ്പോൾ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഏകദേശം 15 വർഷമായി ദുബായിൽ. ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് കെയ്ൻസ് എന്നാണ്. കെയ്ൻസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇൻറ്റീരിയർ കമ്പനിയായിട്ടാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കും ചെയ്യുന്നുണ്ട്. കൂടാതെ ബിസിനസ്മാൻ സർവീസസ്, പേസ്റ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, കൂടാതെ ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ്, റിയൽ എസ്റ്റേറ്റ് ആണ്, ഒരു സലൂണുണ്ട്. ബിസിനസ്മാൻ സർവീസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ട്രേഡ് ലൈസൻസ് എടുത്ത് കൊടുക്കുക, അവർക്ക് ബിസിനസ് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ആക്ടിവിറ്റി അനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങൾ ഇവർക്ക് വേണ്ട ഗവൺമെൻറ് അതോറിറ്റികളിൽ നിന്നുള്ള അപ്രൂവൽസൊക്കെ എടുത്ത് അവർക്ക് അതിന് ആക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള വർക്ക് ചെയ്തു കൊടുക്കും. അവിടെ എല്ലാവരും അടക്കം ഒരു 80ഓളം സ്റ്റാഫുണ്ട്. അധികം മലയാളികൾ വർക്ക് ചെയ്യുന്നു. 9 നാഷണാലിറ്റിയിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ. അധികവും ഞങ്ങൾ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റുകളുടെ വർക്കുകളാണ്, അതായത് ഫിറ്റ് ഔട്ട് വർക്കുകളാണ് അധികം ചെയ്യുന്നത്. കാരണം വളരെയധികം ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും സിറിയ, ഈജിപ്റ്റ് ഇവിടെ നിന്നൊക്കെ പലരും ഇവിടെ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടേത് അറിയാവുന്ന ഫീൽഡ് നമ്മൾ അവരുടെ ഗവൺമെൻറ് അപ്രൂവലൊക്കെ എടുത്തു കൊടുത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്തു കൊടുത്താൽ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സഹായം ചെയ്യും. ഞങ്ങൾക്ക് വളരെയധികം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് ഞങ്ങളുടെ ഓഫീസ്, മെയിൻ ഓഫീസ് ഇവിടെയാണ്. ഇവിടെ തന്നെ ഞങ്ങൾ ഒരു 80% വർക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ്. വളരെയധികം നല്ല കസ്റ്റമേഴ്സ്, ഇപ്പോൾ അറബിക് കസ്റ്റമേഴ്സ് ആയാലും ശരി, ഇന്ത്യൻസ് ആയാലും ശരി, പാകിസ്ഥാൻ നാഷണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെയും വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് കൂടെ 2-3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓരോ സ്ഥാപനത്തിലും വേറെ പാർട്ട്നേഴ്സും ഉണ്ട് എനിക്ക്.
ഓരോ ബിസിനസ്സും ഓരോ പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരത് നോക്കി നടത്തും. അതിലൊരു പാർട്ട്ണറാണ് തൻവീർ ജാൻ, മലപ്പുറത്തു നിന്നാണ്. ഒരാൾ കണ്ണൂരുള്ള ആളാണ്, ആളുടെ പേര് ഷമൽ എന്നാണ്. കൺസ്ട്രക്ഷനിൽ തന്നെയുള്ള എൻ്റെ മെയിൻ പാർട്ട്നേഴ്സിലൊരാളാണ് ഷാജി ബാലൻ, ആൾ തൃശ്ശൂരുള്ള ആളാണ്. പിന്നെ റെസ്റ്റോറൻറ്റിൽ ജലീലുണ്ട്, ജലീൽ കോഴിക്കോട് നിന്നാണ്. വളരെ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലാണ് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അവർ ഓരോരുത്തരും അവരോരോ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് അവർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരോ സ്ഥാപനങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളിപ്പോൾ ഡ്രാഗൺ മാർട്ടിലൊരു പുതിയ ടൈപ്പിംഗ് സെൻറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അത് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിലും കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഞങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ഒരു പോളിസി, ഞങ്ങളുടെ ഒരു തീരുമാനം. ഇൻ്റർനാഷണൽ സിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഒന്ന് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഈ ഏരിയ മെയിനായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഓരോ ബിൽഡിങ്ങുകൾക്കും ഇട്ടിട്ടുണ്ട് ഇവർ. ചൈന ക്ലസ്റ്റർ, റഷ്യ, ഫ്രാൻസ്, മൊറോക്കോ, ഇറ്റലി, സ്പെയിൻ, ഇംഗ്ലണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെ പേര് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങുകളും കൺസ്ട്രക്ട് ചെയ്യുന്നതും ഓരോ പ്രത്യേക ടൈപ്പിലാണ്. അധികം ഫാമിലീസൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. ആദ്യം കുറേ ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഏരിയ മുഴുവൻ വരുന്നത് നക്കീലിൻ്റെ കീഴിലാണ്, ഈ ബിൽഡിങ്ങുകൾ മുഴുവൻ. അപ്പോൾ അവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആളുകൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം, നല്ല കംഫർട്ടബിളായിട്ടുള്ള ഏരിയ. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഏരിയ പ്രത്യേകത. പിന്നെ ഒരു ബിസിനസ്സിന് പറ്റിയ എല്ലാ ബിൽഡിങ്ങിൻ്റെയും താഴെ ഷോപ്പുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് സ്വയം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാഫൊക്കെ അവിടെ അപ്സ്റ്റെയറിലൊക്കെ താമസിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ പഠിപ്പൊക്കെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ഞാൻ 5 വർഷത്തോളം ഉണ്ടായി. ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നത് ഗോൾഡൻ ഹോട്ടലിലാണ്. പിന്നീട് ഹിൽട്ടണായി ആ ഹോട്ടൽ. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ സൗദിക്ക് പോയി. സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ തിരിച്ച് ദുബായിലേക്ക് വന്നു. ദുബായ് വളരെ ഇൻട്രസ്റ്റിംഗ് പ്ലേസ്, നല്ലപോലെ ഫ്രീഡം ഉണ്ട് ഇവിടെ. പിന്നീട് അന്നൊന്നും ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ ജോലി ചെയ്തിരുന്നു. ജോലിയിൽ പ്രൊമോഷനൊക്കെ കിട്ടി, അഡ്മിനിസ്ട്രേഷൻ മാനേജറായി, നല്ല ഒരു പൊസിഷനിലൊക്കെ എത്തിച്ചേർന്നു. അന്നൊക്കെ വളരെയധികം സ്റ്റാഫ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല ഫീൽഡിലും ജോലി ചെയ്തിരുന്നു. അതായത് എൻ്റെ ഓഫീസിൽ തന്നെ പല സെക്ഷനുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പല എക്സ്പീരിയൻസുകൾ അവിടെ നിന്ന് കിട്ടി. ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടായിട്ടുള്ള വർക്കുകളാണെങ്കിലും മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഈ എക്സ്പീരിയൻസൊക്കെ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അങ്ങനെയാണ് അവസാനം ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ നല്ല രീതിയിലുള്ള വാഹന സൗകര്യങ്ങൾ, സ്വന്തമായി വണ്ടി വാങ്ങുക, ഇതുപോലൊക്കെ ഒരു വണ്ടി വാങ്ങി നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടിയില്ല. ഇത് GMC ഡെനാലിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്, അമേരിക്കൻ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ മലയാളികൾ പൊതുവെ GMC ഡെനാലിയൊക്കെ ഉപയോഗിക്കൽ വളരെ കുറവാണ്. എനിക്കൊരു ഡിഫറെൻ്റ് ആയിരിക്കണം എന്നൊരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാവരും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻസ്. അധികം ഇവിടെ അറബികളാണ് ഇങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കുക. ഞാൻ നാട്ടിൽ 21 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നാട് വിട്ടു. എനിക്ക് നാട്ടിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പല ബുദ്ധിമുട്ടുകളും ഞാൻ ചിലപ്പോൾ ഫേസ് ചെയ്യും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ബിസിനസ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആണ് എല്ലാ രീതിയിലും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടുകൾ വളരെയധികം ഉണ്ട്. അപ്പോൾ ബിസിനസ്സിന് നമ്മളധികം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഫാമിലി ഇവിടെ ഉണ്ട്, വൈഫ് വർക്ക് ചെയ്യുന്നു, 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലും പുള്ളിക്കാരോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം പുള്ളിക്കാർ 5 സ്റ്റാർ ഹോട്ടലിൽ HR മാനേജറാണ്. ഓരോ കമ്പനിയുടെ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം വീട്ടിൽ ഡിസ്കസ് ചെയ്യും.
അപ്പോൾ അതനുസരിച്ച് ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. ദുബായ് എന്ന് പറയുന്നത് നമ്മൾ കേരളം കഴിഞ്ഞാൽ പിന്നെ ദുബായ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നാടും ഇനിയിപ്പോൾ നമ്മുടെ ലൈഫ് അവിടെയും ഇവിടെയായിട്ടായിരിക്കും, കേരളവും ദുബായും. കാഴ്ചയുടെ കൗതുകങ്ങളുടെ മറുനാടും മലനാടും ഇന്നിവിടെ പൂർണ്ണമാവുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനു മുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. കൈനിറയെ സമ്മാനങ്ങൾ നേടുക. താങ്ക് യു.